ഹലോ ഫ്രണ്ട്സ്, ഇനി അവക്കാടോ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ, അതുപോലെ തന്നെ അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്തൊക്കെ അവരുടെ മുന്നിൽ സ്റ്റാർ ആവാൻ പറ്റിയിട്ടുള്ളൊരു ഐറ്റം കൂടി കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇവിടെ ഇതിന് മെയിനായിട്ട് വേണ്ടത് അവക്കാടോ. നല്ല പഴുത്തതായതുകൊണ്ടാട്ടോ അത് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ താഴ്ന്നു പോകുന്നത്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലൊരു ബ്ലാക്ക് വരുന്നുണ്ട് കേട്ടോ. അത് ആ കുരുള്ള പോർഷൻ ആയതുകൊണ്ടാണ്. ഇനി അതിൻ്റെ കുരു മാറ്റിയിട്ട് നമുക്കിതുപോലെ സ്പൂൺ ഉപയോഗിച്ചിട്ട് അതിൻ്റെ പഴുപ്പ് എടുക്കാവുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നില്ലേ, അത് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. നല്ലോണം പഴുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുക്കുന്നുണ്ട്, ആ ജാറിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതുപോലെ പാലും, നല്ല തണുത്തിട്ടുള്ള പാലാട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള തണുത്ത വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽ ഞാൻ ഓവറായി ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം അവക്കാടോൻ്റെ ടേസ്റ്റ് മാറും പാല് കൂടുന്ന സമയത്ത്. നമുക്കിതെല്ലാം കൂടി സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ കൺസിസ്റ്റൻസിയിലാട്ടോ അരച്ചെടുക്കുന്നത്. ഇനി ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ഐസ് ക്യൂബ് ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ മുകളിൽ സ്മൂത്തി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് അതൊന്ന് ഡിസൈൻ ചെയ്ത്. ഇനി ഐസ്ക്രീം ആട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി പിസ്ത പൊടിച്ചത് അതിന് മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. പിന്നെ അതുപോലെ രണ്ടാമത്തെ ഗ്ലാസ്സിലും സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഐസ് ക്യൂബും ഐസ്ക്രീമും ഇട്ട് പിസ്ത ഇട്ടതിന് ശേഷം കേട്ടോ സ്മൂത്തി ഒഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.